ലോക സമവാക്യം മാറാൻ പോവുകയാണ്. സൗദി അറേബ്യയുടെ ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ചൈനയുടെ ഉറക്കം കെടുത്തിയിരിക്കുന്നത്. ട്രംപും ഈ കാര്യത്തിൽ ടെൻഷനിലാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരമെന്ന് പറയുന്നത്. ലോകത്തിന്റെ രാഷ്ട്രീയ സാമ്പത്തിക സമവാക്യങ്ങളിൽ ഇപ്പോൾ വലിയ കോളിളക്കമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു വശത്ത് അപൂർവ ഭൂമി ധാതുക്കൾക്കായി ഗ്രീൻലാൻഡുമായി ചരിത്രപരമായിട്ടുള്ള ഒരു വ്യാപാര കരാറിൽ ഒപ്പുവെച്ചുകൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയുടെ ഏകപക്ഷീയമായ ഭരണത്തെ വെല്ലുവിളിക്കാൻ തയ്യാറെടുക്കുകയാണ്. മറുവശത്ത് സൗദി അറേബ്യ ധാതു മേഖലയിൽ ഒരു വലിയ പ്രഖ്യാപനം നടത്തി. ഇത് ചൈനയുടെ ഉറക്കം കെടുത്തുക മാത്രമല്ല, ട്രംപിന്റെ പിരിമുറുക്കം വർദ്ധിപ്പിക്കുകയും ചെയ്തു. എണ്ണക്കിണറുകളെ ആശ്രയിക്കുന്ന സൗദി അറേബ്യ ഇപ്പോൾ അപൂർവ ഭൂമി ധാതുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ആഗോള നേതാവാകാനുള്ള ദ്രുത തയ്യാറെടുപ്പുകളാണ് ആരംഭിച്ചിരിക്കുന്നത്. സൗദിയിലെ മഡൻ കമ്പനിയുടെ $110 ബില്യൺ നിക്ഷേപമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. അടുത്തിടെ നടന്ന ഫ്യൂച്ചർ മിനറൽസ് ഫോറത്തിൽ സൗദി അറേബ്യയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഖനന കമ്പനിയായിട്ടുള്ള മാഡൻ അടുത്ത 10 വർഷത്തിനുള്ളിൽ ധാതു മേഖലയിൽ $110 ബില്യൺ വൻ നിക്ഷേപമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്വർണം, ഫോസ്ഫേറ്റ്, അലുമിനിയം എന്നിവയുടെ ഉൽപാദനം ഇരട്ടിയാക്കുക, അതായത് 3 ഇരട്ടിയാക്കുക എന്നതാണ് ഈ നിക്ഷേപത്തിന്റെ പ്രധാന ലക്ഷ്യം. ലോകത്തിലെ അപൂർവ ധാതുക്കളുടെ 90% നിലവിൽ ചൈനയുടെ നിയന്ത്രണത്തിലായതിനാൽ സൗദിയുടെ ഈ നീക്കം ചൈനയ്ക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അധികാരത്തിലെത്തിയതിനു ശേഷം ചൈനയെ മറികടക്കാൻ ഡൊണാൾഡ് ട്രംപ് നിരന്തരം പുതിയ ഓപ്ഷനുകൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. അപൂർവ ഭൂമി ധാതുക്കൾക്കായി ഗ്രീൻലാൻഡുമായി സാധ്യമായ ഒരു കരാറിന് പിന്നിലും ട്രംപിന്റെ ഉദ്ദേശം ഇതാണ്. ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദത്തിനെതിരെ അമേരിക്ക ഇപ്പോൾ സൗദി അറേബ്യയുമായി കൈകോർത്തിരിക്കുകയാണ്. സൗദി അറേബ്യയിൽ തന്നെ പുതിയൊരു ശുദ്ധീകരണശാല സ്ഥാപിക്കാൻ US പ്രതിരോധ വകുപ്പും കമ്പനികളും പ്രവർത്തിക്കുന്നു. 2021-നും 2025-നും ഇടയിൽ സൗദി അറേബ്യ ധാതു പരിവേഷണത്തിനുള്ള ബജറ്റ് 595% വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒരു ഖനന പ്ലാന്റ് പ്രവർത്തനക്ഷമമാകാൻ 5 മുതൽ 20 വർഷം വരെ എടുക്കുമെന്നതിനാൽ ധാതു മേഖലയിൽ ചൈനയുമായി മത്സരിക്കുക എളുപ്പമല്ലെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. എന്നാൽ സൗദി അറേബ്യയുടെ വില കുറഞ്ഞതും സമൃദ്ധവുമായിട്ടുള്ള ഊർജ്ജവും അരാംകോ പോലുള്ള കമ്പനികളുടെ അനുഭവ പരിചയവും ഇതിൽ സൗദിയെ പുതിയൊരു രാജാവാക്കി മാറ്റുമെന്നുള്ളതാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. സൗദി അറേബ്യയുടെ ഈ തന്ത്രം വരും കാലങ്ങളിൽ ആഗോള അപൂർവ ഭൗമധാതുക്കളുടെ വിതരണ ശൃംഖലയിൽ നിന്ന് ചൈനയുടെ കാർഡ് തന്നെ തുടച്ചു നീക്കിയേക്കാമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.